നമസ്കാരം. ഇന്ന് മാജിക് പ്രാക്ടീസിന്റെ ഡേ 4 ആണ്. ഇന്നത്തെ ടോപ്പിക് മാജിക്കൽ ഹെൽത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ. എല്ലാം സാധിച്ചു കിട്ടാനായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്ത്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ ഹെൽത്തിനോട് നന്ദി പറയാറില്ല. കാര്യം നമുക്കിത് കണ്ണുകളുണ്ട് കാണാനായിട്ട്, നടക്കാൻ കാലുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു പനി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഹെൽത്ത് മോശമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ആവണം എന്നാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ കണ്ണുകളുള്ളത് കാരണമാണ് ഈ ലോകം കാണാൻ കഴിയുന്നത്. കണ്ണുകളില്ലെങ്കിൽ ഈ ലോകം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി ആരൊക്കെയാണോ അവരെ ഒന്നും നമ്മൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് കണ്ണുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് കണ്ണ് ഉള്ളത് കാരണം നമ്മൾ കണ്ണിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കില്ല. കാര്യം എപ്പോഴും അങ്ങനെയാണ് നമ്മളെല്ലാവരും. നമുക്ക് ഉള്ള സമയത്ത് നമ്മൾ അതിൻ്റെ വില അറിയില്ല. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആണോ അത് നമുക്ക് കിട്ടുമെന്നാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഗ്രേറ്റ്ഫുൾ അല്ല, താങ്ക് യു പറയുന്നില്ല, നന്ദിയുള്ളവരല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടുമെന്ന്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ഹെൽത്ത്. നമ്മൾ ഇതേ കണക്ക് ജീവിക്കുന്നത്, എല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെൽത്തിലെ ശരീരത്തുള്ള ഓരോ ഭാഗങ്ങൾക്കും നമുക്കിന്ന് നന്ദി പറയാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം, ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് എഴുതുക. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക, ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ അലൈവ്, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക, ആരോഗ്യത്തിൻ്റെ വരദാനം തന്നെയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഈ പേപ്പർ നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇന്ന് വയ്ക്കുക. 4 വട്ടം പല ടൈമിലായി നിങ്ങളതെടുത്ത് വായിക്കുക. ഓരോ വാക്ക് പറയുമ്പോഴും നന്ദിയോടെ, അത് മനസ്സിൽ കണ്ട് ആത്മാർത്ഥതയോടെ താങ്ക് യു പറയുക. ഇത് കൂടാതെ എല്ലാ ദിവസവും ഡേ 1 ആൻഡ് ഡേ 2 പറഞ്ഞ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.